ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇരിട്ടി ഫാമിലി. ഹർഷ ജിതീഷാണ്. 2-3 ദിവസമായിട്ട് നമ്മുടെ സോഷ്യൽ മീഡിയയിൽ വളരെ ശക്തമായിട്ട് നല്ലൊരു സംഭവം ഉണ്ടായിരുന്നു, ബാല എലിസബത്ത് വിഷയം. കാരണം എലിസബത്ത് എൻ്റെ ചാനലിൽ എലിസബത്ത് കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട്. അതിനകത്ത് ബാല കോകില, കാരണം നമ്മളിത് പറയണമെങ്കിൽ ബാല കോകില അല്ലെങ്കിൽ എലിസബത്ത്, പിന്നെ ഇപ്പോൾ പുതിയതായിട്ട് വരുന്ന അഭിരാമി, പിന്നെ ഇത് കുറേ കാര്യങ്ങളുണ്ട്, കുറേ സംസാരങ്ങളുണ്ട്. ഇതിനെക്കുറിച്ച് നമ്മൾ പറയുവാണെങ്കിൽ കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. ഇതെന്ന് വെച്ചാൽ ശരിക്കും നമ്മൾ ബാല ഇവിടെ വന്നിട്ട്, നമ്മൾ തമിഴ്നാട്ടിൽ നിന്ന് ഇവിടെ വന്നിട്ട് കുറച്ച് അർമാദിച്ച് ആറാടുവാണ്. കാരണം ആ പുള്ളിക്കാരൻ്റെ പിന്നെ എന്നാ പറയുന്നത്, ഒരു പരിവേഷമുണ്ട്. പരിവേഷം എന്ന് പറഞ്ഞാൽ നമ്മൾ ശരിക്കും പുള്ളിക്കാരൻ്റെ ആക്ടറാണ്, പുള്ളിക്കാരനൊരു സെറ്റാണെന്നുള്ള രീതിയിൽ പുള്ളിക്കാരന് കുറച്ച് പരിവേഷം കാര്യങ്ങളും പുള്ളിക്കാരനും കുറച്ച് അഭിനയിക്കുന്നുണ്ട്. കാരണം തമിഴ്നാട്ടിൽ അറിയാമല്ലോ, നമ്മൾ തമിഴ്നാട്ടിലെ ആ ഒരു സംഭവം പുള്ളിക്കാരൻ കേരളത്തിൽ കൊണ്ട് കുറച്ച് കാണിക്കുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. പക്ഷേ ഇതിനകത്തൊക്കെ ബലിയാടായ കുറച്ച് പെൺകുട്ടികളുണ്ട്. അമൃതയുണ്ട്, പിന്നെ ഇനിയിപ്പം എലിസബത്ത് ഉണ്ട്, ഇനിയിപ്പോൾ കോകിലയുടെ കാര്യങ്ങൾ നമ്മൾ അവിടെ നിൽക്കട്ടെ, അത് ഇപ്പോൾ തൽക്കാലത്തേക്ക് നിൽക്കട്ടെ. ഇതൊക്കെ നമ്മൾ കണ്ടതാണ്, അമൃതയിൽ നമ്മൾ കണ്ടതാണ്. ഇത് ശരിക്കും നമ്മൾ എലിസബത്തിൽ നമ്മൾ കണ്ട കുറച്ച് കാര്യങ്ങളാണ്. പിന്നെ എലിസബത്ത് ഇപ്പം പറയുന്ന കുറച്ച് കാര്യങ്ങളെക്കുറിച്ച് കുറേ കാര്യങ്ങൾ എലിസബത്ത് പറയുന്നുണ്ട്. എലിസബത്ത് ഇതൊക്കെ പറയേണ്ട ടൈം ഇന്നല്ലായിരുന്നു, കുറച്ച് കാലങ്ങൾക്ക് മുമ്പ് തന്നെ എലിസബത്ത് ഈ കാര്യങ്ങളെക്കുറിച്ചൊക്കെ സോഷ്യൽ മീഡിയ വഴി പറയാമായിരുന്നു. പക്ഷേ നമുക്ക് എല്ലാവർക്കും മനസ്സിലായ കാര്യങ്ങളായിരുന്നു, അവരുടെ ഒരു ലൈഫ് കാര്യങ്ങളൊക്കെ. എലിസബത്ത് എപ്പോഴും നമ്മുടെ ഒരു മൈൻഡിൽ അവർ കാരണം പേടിച്ചരണ്ടാണ് സോഷ്യൽ മീഡിയയിലേക്ക് അവർ വരുന്നത്. കാരണം ബാല വിളിക്കുന്നു, എലിസബത്തെ കം ഹിയർ എന്ന് വിളിക്കുന്നു, എലിസബത്ത് വരുന്നു, എലിസബത്ത് പേടിക്കുന്നു. പിന്നെ ഓണത്തിൻ്റെ സദ്യയുടെ കാര്യങ്ങളൊക്കെ നമ്മളെല്ലാവരും കണ്ടതാണ്. കാരണം ചോറ് വാരി ഇങ്ങനെ വായിലേക്ക് ഇങ്ങനെ അടിച്ച് അണ്ണാക്കിലൊക്കെ തള്ളുന്നു, നമ്മൾ പറയില്ല അണ്ണാക്കിലൊക്കെ അടിച്ച് തള്ളുന്നു, ആ ഒരു മെത്തേഡിൽ ഈ ഒരു ചോറ് കൊടുക്കുന്നു. എന്നിട്ട് ഞാൻ പോകുക എന്ന് പറഞ്ഞിട്ട് പോകുന്നു. കാരണം ഓണസദ്യ കഴിക്കുന്ന കുറച്ച് കാര്യങ്ങളാണ്. പിന്നെ എലിസബത്ത് കുറച്ച് കാര്യങ്ങളോട് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. കാരണം അവരുടെ ബെഡ്റൂമിലെ കുറച്ച് കാര്യങ്ങൾ, രാത്രി 1:30-ക്ക് വേറൊരാളെ ബെഡ്റൂമിൽ വിളിച്ച് കയറ്റുന്നു. അപ്പം എലിസബത്ത് പറയുന്നു, ഈ ഒരു ടൈമിൽ വേറൊരാളെ കെട്ടാൻ പറ്റത്തില്ല എന്ന് പറയുമ്പം ഇതെൻ്റെ വീടല്ലേ എന്നൊക്കെയുള്ള രീതിയിൽ ബാല സംസാരിക്കുന്നുണ്ടായിരുന്നു. ഇതൊക്കെ നമ്മൾ സോഷ്യൽ മീഡിയയിൽ കണ്ടതാണ്. കാരണം ഇതൊക്കെ അന്ന് തന്നെ എലിസബത്തിന് പ്രശ്നങ്ങളായത് 1000. ഞാനൊരു കാര്യം പറയട്ടെ, നമ്മൾ 1000 പ്രശ്നങ്ങൾ വരുമ്പോൾ നമുക്ക് ചിലപ്പം ഒരു കാര്യമായിരിക്കും റെക്കോർഡ് ചെയ്യാൻ പറ്റുക. പക്ഷേ ആ കൊച്ചന്ന് റെക്കോർഡ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെങ്കിൽ നമ്മൾ ഈ എലിസബത്തിൻ്റെ ബാലയുടെ ഒക്കെ കാര്യങ്ങൾ ഞാൻ പറയട്ടെ, ഇത് പേരൻസ് കുറച്ച് പഠിപ്പിക്കുന്ന കാര്യങ്ങളുണ്ട്. എലിസബത്ത് ഇപ്പം പറയുന്നുണ്ട്, ഞാൻ ഡിപ്രഷനും മരുന്ന് കഴിക്കുന്നുണ്ട് കുറച്ച് കാലങ്ങളായി. ചിലപ്പോൾ ഈ ബാലയുടെ വിഷയം കൊണ്ടാണ് കഴിക്കുന്നതായിരിക്കാം പുള്ളി പറയുന്നത്. പക്ഷെ അതൊന്നുമല്ല. നമ്മൾ കുറേ ഈ മക്കളെ വളർത്തുന്നിടത്ത് നമ്മുടെ ഈ അമ്മമാർ നമ്മൾ ഒത്തിരി പൊതിഞ്ഞു കെട്ടി നമ്മൾ ഒരിക്കലും മക്കളെ വളർത്തില്ല. ബോൾഡായിട്ട് തന്നെ വളർത്താൻ ഞാൻ ആഗ്രഹിക്കുന്നു. കാരണം അമൃത കുറച്ച് ബോൾഡാണെന്ന് ഞാൻ ചിന്തിച്ച്, പക്ഷെ അമൃതയ്ക്ക് പോലും ആ ബോൾഡായിട്ട് അവർക്ക് നിൽക്കാൻ പറ്റിയിട്ടില്ല ആ ടൈമിൽ. കാരണം നമ്മൾ തിരിച്ച് നമ്മുടെ ഒരു ലൈഫിൽ നമ്മളൊരു കുഞ്ഞുങ്ങളെ നമ്മൾ ഒത്തിരി വളർത്തി നമ്മൾ കെട്ടിച്ചു വിടുന്നു. അവർ ഏത് രീതിയിലാണ്, അവരെങ്ങനെയാണ് അവരുടെ ജീവിതത്തിൽ അവർ സ്ട്രഗിൾ ചെയ്യുന്നതെന്നുള്ളത് അവർക്ക് മാത്രമേ അറിയാൻ പറ്റുള്ളൂ. കാരണം എലിസബത്ത് കാരണം അവൾക്ക് ഒരു കുഞ്ഞ് ചിലപ്പോൾ അതൊരു ബുദ്ധിമുട്ടുണ്ടാവാം, പക്ഷെ അവൾ സ്ട്രഗിൾ ചെയ്ത് അവളുടെ മൈൻഡിലേക്ക് ഒരു പേടി വന്നുപോയി. കാരണം പേടി വന്നെന്ന് പറഞ്ഞാൽ നമ്മളൊക്കെ വിചാരിക്കുന്നത് നമ്മുടെ ഒരു ഹസ്ബൻഡിൻ്റെ അടുത്ത് നമ്മൾ ജീവിക്കുന്നിടത്ത് നമുക്ക് വരുന്നൊരു പേടി, പക്ഷെ ഇതായിരിക്കത്തില്ല. അവർക്ക് ഒത്തിരി ഒരു പ്രശ്നങ്ങൾ വന്നിട്ടുണ്ടാവാം. അങ്ങനെയാണ് എലിസബത്ത് ഓരോ കാര്യങ്ങൾ പറയുന്നത്. പക്ഷേ എലിസബത്ത് പറയുന്നതിനകത്ത് അതിനകത്ത് ഒരു ലോജിക്ക് എന്ന് പറയാൻ പറ്റില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ എലിസബത്ത് ഒത്തിരി കാര്യങ്ങൾ പറയുന്നു. കാരണം ഇന്നലെ പോലും എലിസബത്ത് പറയുന്നുണ്ടായിരുന്നു, കാരണം എനിക്കൊരു വധഭീഷണിയുണ്ട്, പിന്നെ ഞാൻ കാർ ഓടിച്ച് ഒരിടത്ത് പോയി കഴിഞ്ഞപ്പോൾ വേറൊരു വണ്ടി വന്ന് ഇടിച്ചു, 1 ഇടിച്ചു, അല്ല 2 ഇടിച്ചു, 3 ഇടിച്ചു, എനിക്ക് വധഭീഷണിയാണോ എന്ന് അറിയില്ല. ആ കുഞ്ഞ് അങ്ങനെയല്ല പറയേണ്ടത്. അതങ്ങനെ ഒരു ടൈം ഉണ്ടെങ്കിൽ, അങ്ങനെ ഒരു സംഭവം ഉണ്ടെങ്കിൽ ആ സ്പോട്ടിൽ അതിൽ പരാതിപ്പെട്ടിട്ട് അമൃത പരാതിപ്പെട്ടല്ലോ, എന്നിട്ട് എന്ത് സംഭവിച്ചു, അതിലൊന്നും അർത്ഥമില്ല. നമ്മളൊരു കാര്യം നമ്മൾ ചെയ്യണമെങ്കിൽ അത് നമ്മൾ നിയമപരമായിട്ടും കൂടെ നമ്മളത് ചെയ്യണം. ഇപ്പം ഈ ഒരു മീഡിയ വഴി പറയാൻ വേണ്ടി ആ കുഞ്ഞ് കാണിച്ച ഒരു കാര്യം ഭയങ്കര പോസിറ്റീവാണ്. കാരണം ഇത് ഇപ്പം അല്ലായിരുന്നു പറയേണ്ടത്, അതിന് കാലഘട്ടങ്ങൾ കഴിഞ്ഞു പോയി. നേരത്തെ തന്നെ പറയേണ്ട കാര്യങ്ങളായിരുന്നു. ഒത്തിരി നല്ലതാണ്. കാരണം ബാലയുടെ പൊയ്മുഖം എന്താണെന്ന് എലിസബത്ത് ഉദയൻ എന്നുള്ള ഒരു വ്യക്തി അതവിടെ നമ്മൾക്ക് പുറത്തേക്ക് പറഞ്ഞേക്കുന്നതാണ്. അത് നമ്മൾക്ക് ഈ മനുഷ്യരെല്ലാവരും ചോറ് തിന്നുന്നവരാണല്ലോ, എല്ലാവർക്കും അറിയാം, അതിൻ്റെ അർത്ഥങ്ങളൊക്കെ അറിയാം. പക്ഷേ ഇതൊക്കെ നമ്മൾ ചിന്തിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ്. കാരണം നമ്മൾ നമ്മുടെ മക്കളെയും പഠിപ്പിക്കണം. ഇതൊക്കെ എന്ന് പറഞ്ഞാൽ ഇത് സംഭവം തന്നെ നമ്മളെ മക്കളെയും പഠിപ്പിക്കണം. കാരണം പഴയ കാലമല്ല, ഇന്ന്
നമ്മളൊരു മക്കളെ കല്യാണം കഴിച്ചു, അവർ സ്വന്തമായിട്ട് ഇഷ്ടപ്പെട്ടു, അങ്ങനെയൊക്കെ നമ്മൾ കെട്ടിച്ച് വിടുന്നിടത്തും അവർ ചിലപ്പം മയക്കുമരുന്നിൻ്റെ അടിമയായിരിക്കാം, അല്ലെങ്കിൽ അവർക്ക് ഓരോരോ അങ്ങനത്തെ ഒരു സംഭവങ്ങളൊക്കെ ആയിരിക്കാം. നമ്മൾ പഴയ ഒരു കാലഘട്ടം വെച്ച് പഴയ ഒരു രീതിയൊന്നും വെച്ചൊന്നും അംഗീകരിച്ചിട്ടും പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. കാരണം നമ്മുടെ പെമ്മക്കൊക്കെ ഒത്തിരി ദുരിതങ്ങളുണ്ട്. അപ്പം നമ്മൾ ബോൾഡായിട്ട് നിൽക്കാൻ നമ്മളവരെ പഠിപ്പിക്കണം. നമ്മൾ ബോൾഡായിട്ട് നിൽക്കണം എന്നുള്ളത് പഠിപ്പിക്കണം. അപ്പം ഈ ബോൾഡായിട്ട് നിൽക്കുക എന്ന് പറഞ്ഞാൽ ഇത് ഒരു 2 വർഷം കഴിഞ്ഞ് നമ്മൾ അനുഭവിച്ചെല്ലാം കഴിഞ്ഞ് നമ്മൾ ജീവിതത്തിൽ എന്തെങ്കിലും അന്ന് തന്നെ ഇപ്പം ഞാൻ പറയട്ടെ, ഇപ്പം ഇത്ര വിസ്മയുടെ കാര്യം പോലെ നമ്മൾ പേരൻസിനോട് പറയുമ്പോൾ നമ്മൾ പേരൻസ് പറയുക മക്കളെ ക്ഷമിക്കണേ, സഹിക്കണേ, നിൽക്കണേ എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ നമ്മുടെ മക്കളെ നമുക്ക് കിട്ടിയെന്നും വരില്ല. നമ്മൾ പേരൻസും കൂടി അത് അംഗീകരിക്കണം, അത് അന്വേഷിക്കണം. എങ്ങനെയാണ് എൻ്റെ കുഞ്ഞിൻ്റെ ലൈഫ് എന്നുള്ളത് ഒന്നും അന്വേഷിച്ചും കൂടെ നോക്കേണ്ട കാര്യങ്ങളാണ്. ഇതൊക്കെ നോക്കണം. പിന്നെ തുറവിയും വേണം. കാരണം എല്ലാ വീട്ടിലും ഇപ്പോൾ ഒത്തിരി ലക്ഷങ്ങൾ കൊടുത്തിട്ടാണ് ഇല്ലായ്മയിൽ നിന്ന് നമ്മൾ മക്കളെ കെട്ടിച്ചു വിടുന്നത്. അപ്പോൾ ഒരു മക്കളും പേരൻസിനോട് നമുക്കുള്ള ബുദ്ധിമുട്ടുകളോ കാര്യങ്ങളോ പറയാൻ ഇഷ്ടപ്പെടത്തില്ല. കാരണം എലിസബത്തിന്റെ വീട്ടിൽ നിന്ന് അതുപോലെ ലക്ഷങ്ങൾ കൊടുത്തിട്ടാ ബാലയ്ക്ക് കൊടുത്തിട്ടാ അങ്ങനെ പോയതൊന്നും ഞാൻ പറയില്ല. പക്ഷെ എലിസബത്തും ബാലെ ഇഷ്ടപ്പെട്ട് കല്യാണം കഴിച്ചവരാണ്. അങ്ങനെയുള്ളവർക്ക് ആത്മാഭിമാനം ഉണ്ടാവും. പേരൻസിനോട് പറയാൻ അവർ പരമാവധി അവർ സഹിച്ച് ക്ഷമിച്ചും സ്ട്രഗിൾ ചെയ്തേ നിൽക്കത്തുള്ളൂ. അപ്പോൾ എല്ലാ പേരൻസും നമ്മൾ മക്കളോട് പറയേണ്ട ഒരു കാര്യമുണ്ട്, മക്കളെ എവിടെയാണ് നിങ്ങൾക്ക് തെറ്റ് പറ്റുന്നത്, അല്ല നിങ്ങൾക്ക് പറ്റിയില്ലേ, നിങ്ങൾക്ക് അവിടെ ഒരു ബുദ്ധിമുട്ടുണ്ടോ, അത് ഞങ്ങളോട് പറയണം, തുറവിയോടുകൂടി പറയണം. ആ തുറവിയോടുകൂടി പറയുന്നത് ചിലപ്പോൾ നമ്മുടെ മക്കളുടെ കയ്യിലായിരിക്കാം, അതും നമ്മൾ ചിന്തിക്കേണ്ട കാര്യമാണ്. പക്ഷെ പേരൻസിന് അത് തിരുത്താൻ പറ്റുന്ന ഒരു സാഹചര്യം ഉണ്ടാക്കി കൊടുക്കേണ്ട ഒരു കടമയും കൂടി ഉണ്ട്. പക്ഷേ ഒരു കാര്യം എലിസബത്ത് ചിന്തിക്കേണ്ട കാര്യമുണ്ട്. എലിസബത്ത് പറയേണ്ട കാര്യങ്ങൾ നേരത്തെ തന്നെ എലിസബത്ത് പറയണമായിരുന്നു. ഇന്നിപ്പം എലിസബത്തിന് എല്ലാം പബ്ലിക് സപ്പോർട്ടുണ്ട്, പക്ഷെ ഒത്തിരി നെഗറ്റീവ്സും ഉണ്ട്. കാരണം എലിസബത്ത് ഇപ്പം ബാല പറയും ചെകുത്താന് എലിസബത്ത് അങ്ങനെ ഒരു കുറച്ച് കാര്യങ്ങൾ ഉണ്ടല്ലോ, അതപ്പോൾ അത് ബാല പറയും. പക്ഷേ അത് നേരത്തെ ചെയ്യേണ്ട കാര്യങ്ങൾ എലിസബത്ത് ചെയ്യേണ്ട കാര്യങ്ങൾ. ഇനിയിപ്പോൾ നേരത്തെ ചെയ്യാൻ പറ്റിയില്ലെങ്കിലും ഇന്നും എലിസബത്ത് ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട്. എലിസബത്ത് ഇന്നും ഒരു കംപ്ലൈൻറ്റ് കൊടുക്കാം. അപ്പം ആ കംപ്ലൈൻറ്റ് കൊടുക്കാതെ എലിസബത്ത് ഇത്രയോ സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് പബ്ലിക്കായിട്ട് ഇതെല്ലാം പറയുന്നു. ഇതെല്ലാം പറഞ്ഞിട്ട് ഞാനിതെല്ലാം പറയുന്നു, സ്വമേധി ആരും കേസ് എടുക്കുന്നില്ല, എന്നെ ആരും നോക്കുന്നില്ല. അതൊക്കെ എലിസബത്തിന് ചിലപ്പോൾ ഡിപ്രഷൻ്റെ ഭാഗങ്ങളായിരിക്കാം എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ആ ഡിപ്രഷൻ്റെ ഭാഗങ്ങൾ കൊണ്ട് മാത്രമാണ് എലിസബത്തിന് വന്നതെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. അതൊക്കെ എല്ലാവരും ചിന്തിക്കേണ്ട കാര്യമാണ്. അത് എലിസബത്ത് തന്നെ ചിന്തിക്കണം. ആദ്യം എലിസബത്തിന് ഇങ്ങനെ ഒരു വിഷയങ്ങളുണ്ടെങ്കിൽ എലിസബത്ത് അത് ഓൾറെഡി ഒരു കേസ് കൊടുക്കണം. കാര്യങ്ങളൊക്കെ ഉണ്ട്. കാരണം ഇപ്പം അഭിരാമി തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അമൃതയുടെ കാര്യങ്ങളിൽ ശരിക്കും ആരും സപ്പോർട്ട് ചെയ്തിട്ടില്ലായിരുന്നു. അമൃത കുറച്ച് ബോൾഡ് ആണെന്നായിരുന്നു സമൂഹത്തിന്റെ ധാരണ. അമൃത അവസാനം കരഞ്ഞു കുറച്ച് കാര്യങ്ങൾ വന്ന് സോഷ്യൽ മീഡിയയിൽ വന്ന് പറഞ്ഞപ്പോഴാണ് കുറച്ച് ആൾക്കാർക്ക് പോലും അമൃതയോട് അതിൻ്റെതായ ഒരു സ്നേഹവും സഹതാപവും ഒക്കെ തോന്നിയത്. പക്ഷെ എലിസബത്ത് ഇപ്പം പറഞ്ഞ ഒത്തിരി കരഞ്ഞ് ബേക്കളം വെച്ചിട്ട് കുറേ കാര്യങ്ങളൊക്കെ എലിസബത്ത് പറയുന്നുണ്ട്. പക്ഷേങ്കിൽ എല്ലാവർക്കും സോഷ്യൽ മീഡിയക്കൊക്കെ എലിസബത്തിനോട് സഹതാപമുണ്ട്. പക്ഷെ ഈ സഹതാപത്തിൽ മാത്രം കാര്യമില്ല, അമൃത കാണിച്ചതാണ് ശരിയെന്നാണ് എൻ്റെ ഒരു മൈൻഡ്. കാരണം ഇത് മാത്രം സമൂഹത്തിലേക്ക് ഇങ്ങനെ വിളിച്ചു പറഞ്ഞാൽ മാത്രം പോരാ. കാരണം ബാലയുടെ പൊയ്മുഖം അടിക്കാൻ വേണ്ടി പറ്റിയിട്ടുണ്ടാകാം. പക്ഷേങ്കിൽ അമൃത കാണിച്ചത് വളരെ ധീരമായ കാര്യമാണ്. അമൃത കാണിച്ച കേസ് മുമ്പോട്ട് പോകുന്നുണ്ട്. അപ്പോഴും എലിസബത്ത് പറയുന്നത് അമൃത കേസ് കൊടുത്തു, അമൃതയ്ക്ക് എന്ത് ആ കേസ് കൊണ്ട് കാര്യമില്ലല്ലോ, അങ്ങനെ കുറച്ച് കാര്യങ്ങൾ നമ്മളിപ്പോൾ ഓൾറെഡി നമ്മൾ കേസൊക്കെ കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മൾ ഒറ്റ ഒരു ദിവസം കൊണ്ടോ അല്ലെ ഒരു മാസം കൊണ്ടോ ഒരു വർഷം കൊണ്ടൊന്നും ചിലപ്പോൾ അതിൻ്റെ കാര്യങ്ങളൊന്നും മുമ്പോട്ട് നീങ്ങുന്നു വരില്ല. അപ്പം നമ്മളിത് കേസ് കൊടുക്കുക, അതൊക്കെ ചെയ്യേണ്ട കാര്യങ്ങൾ തന്നെയാണ്. എലിസബത്ത് ചെയ്യേണ്ട കാര്യം തന്നെയാണ്. അഭിരാമി പറഞ്ഞ കാര്യങ്ങൾക്കും എലിസബത്ത് വിഷമിക്കേണ്ട കാര്യങ്ങളൊന്നുമില്ല. അത് എലിസബത്തിനെ സപ്പോർട്ട് ചെയ്യാതെയൊന്നുമല്ല അഭിരാമി ഓരോ കാര്യങ്ങൾ പറഞ്ഞത്. കാരണം ഇവരെല്ലാവരും ജീവിതത്തിൽ ഒത്തിരി അനുഭവിച്ചു പോയവരാണ്. അപ്പം നമ്മൾ ഒരു കാര്യങ്ങൾ നമ്മൾ മലയാളികൾ വെറും മണ്ടന്മാരാണെന്ന് ഞാൻ ചിന്തിക്കുന്നത്. ഈ ബാലയ്ക്ക് വേണ്ടി ഈ എലിസബത്ത് ഒരു കാര്യം ഞാൻ ചിന്തിച്ചു, ഇതൊക്കെ കേട്ടിട്ട് ഞാൻ ചിന്തിച്ചു, ഈ ഇത്രത്തോളം എലിസബത്ത് സോഷ്യൽ മീഡിയയിൽ വന്ന് എല്ലാ ദിവസവും ഓരോ കാര്യങ്ങൾ പറയുന്നു. പക്ഷെങ്കിൽ ബാല കുറച്ച് കാര്യങ്ങൾ പറയുന്നു വന്നു. എല്ലാവരും ബാലയ്ക്കാണ്. ബാല എന്നൊരു തമിഴ്നാടിൻ്റെ ഒരു രീതിയിലുള്ള ഒരു ഇതിൽ ഐ ആം പെർഫെക്റ്റ്, ഐ ആം ബാല എന്നുള്ള രീതിയിൽ ഇങ്ങനെ കുറച്ച് കാര്യങ്ങൾ പറയുന്നു. അപ്പം അതിലാണ് എല്ലാവരും സപ്പോർട്ടും കാര്യങ്ങൾ. അപ്പം ഇതൊക്കെ ചിന്തിക്കണം. ഇതൊക്കെ മനുഷ്യന്മാരെയും നമ്മുടെ മലയാളികൾ വെറും മണ്ടന്മാരാണെന്നുള്ളത് ചിന്തിക്കേണ്ടത്. കാരണം നമുക്ക് ഇത് ഇപ്പം ശരിക്കും മനുഷ്യാവകാശ കമ്മീഷനും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം പരാതി കൊടുത്തില്ലെങ്കിലും ഒരു പെൺകുട്ടി, അത് ആ ഒരു ധാരണ എലിസബത്തിനെ കുറിച്ച് നമ്മൾ ചിന്തിക്കേണ്ടത് അതൊരു ചെറിയൊരു പെൺകുട്ടിയാണ്, ഡോക്ടറാണെന്ന് പറയുന്നതിൽ മാത്രം ചിന്തിക്കരുത്. അവൾ പറയുന്നുണ്ട് എനിക്ക് ഡിപ്രഷൻ ഉണ്ട്, എനിക്ക് ഡിപ്രഷന് മരുന്ന് കഴിക്കുന്നുണ്ട്, ഞാനൊരു പെൺകുട്ടിയാണെന്ന്. ഈ ഒരു 28 വയസ്സ് 30 വയസ്സുള്ള ഒരു പെങ്കൊച്ചാണെങ്കിലും ഡിപ്രഷന് മരുന്ന് കഴിക്കുമ്പം അവളുടെ ഒരു മൈൻഡ് ചിലപ്പം
ചെറിയ കുഞ്ഞുങ്ങളുടെ മൈൻഡ് ആയിരിക്കാം, എല്ലാവരുടെയും സപ്പോർട്ട് വേണ്ട ഒരു അവസ്ഥയായിരിക്കാം. പക്ഷേ ഇത് നമ്മുടെ കേരളത്തിൽ നമ്മുടെ മനുഷ്യാവകാശ കമ്മീഷൻ്റെ കാര്യമുണ്ട്, സ്വമേധയാ കേസ് എടുക്കണം എന്നൊക്കെ കൊച്ച് പറയുന്നുണ്ടായിരുന്നു. ഞാൻ കൊച്ചെന്ന് പറയും, കാരണം എൻ്റെ ഒരു ഏജ് വെച്ച് ഞാൻ എങ്ങനെ പറയും, അവൾ പറയുന്നുണ്ടായിരുന്നു. ആരും ചെയ്യുന്നില്ല, എൻ്റെ സങ്കടങ്ങൾ ഞാനിങ്ങനെ സോഷ്യൽ മീഡിയയ്ക്ക് മുമ്പ് വന്ന് വിളിച്ചു പറയാന്ന് പറയുന്നുണ്ടായിരുന്നു. പക്ഷെ അതുവരെ ചെയ്യാൻ നമ്മുടെ കേരളത്തിലുള്ളവർ ആരാണ് മുൻപോട്ട് ഇറങ്ങുന്നത്? ഇതിലും വലിയൊരു തെളിവ് എന്താ വേണ്ടത്? നാളെ എലിസബത്ത് ആത്മഹത്യ ചെയ്യുക എന്ന് പറഞ്ഞാൽ, നാളെ എലിസബത്തിന് എന്ത് പറ്റിയെന്ന് പറഞ്ഞേ അങ്ങനത്തെ ഒരു സഭയിൽ നമ്മളെല്ലാവരും മുമ്പിട്ട് ഇറങ്ങും. അയ്യോ അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞ് നമ്മുടെ പൊങ്കാലയിട്ടും അല്ല സോഷ്യൽ മീഡിയ മുമ്പോട്ട് ഇറങ്ങും. പക്ഷെ ഇത് ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യണം. കാരണം എലിസബത്തിനെ മാത്രം കുറ്റം പറയാൻ ഞാൻ ഒരിക്കലും താല്പര്യപ്പെടുന്നില്ല. കാരണം കൊച്ചു പറയുന്നുണ്ട്, എനിക്ക് പറ്റുന്നില്ല, എനിക്ക് പേടിയാണ്. നമ്മൾ സാധാരണ ബോധമുള്ള ഒരു കുഞ്ഞ് ചിന്തിച്ച് നോക്കാം, അല്ലെ ബോധമുള്ളൊരു സമൂഹം ചിന്തിച്ച് നോക്കണം. ഇത്രയും പേടിയാണെന്ന് പറയുമ്പം അവളുടെ മനസ്സ് എന്താണെന്ന് ചിന്തിച്ച് നോക്കണം. കാരണം അത് പേടിക്കുന്നത് ബാല കറക്റ്റ് ആയതുകൊണ്ടും ഇവള് ആണെന്നല്ല. ബാലയുടെ കയ്യിൽ തോക്കുണ്ട്, കുറേ കാര്യങ്ങളുണ്ടല്ലോ, അതെല്ലാം ഉണ്ടല്ലോ മുമ്പിലേക്ക്. കാരണം ആ കുഞ്ഞ് ജീവിക്കുന്നിടത്ത് ആ കുഞ്ഞ് പേടിച്ചാണ് ആ കുടുംബത്തിൽ കഴിഞ്ഞത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. കാരണം നമ്മൾ ഓണത്തിന്റെ സമയത്തിന് അണ്ണാക്കിലോട്ട് നമ്മൾ ആ ചോറ് തള്ളിയത് കണ്ടല്ലോ നമ്മൾ. ഇതൊക്കെ കുറച്ച് കാര്യങ്ങളുണ്ടല്ലോ, അതപ്പം നമ്മളിതെല്ലാം ചിന്തിച്ച് നോക്കിയിട്ട് പറയണം. അതുകൊണ്ട് ബാലയ്ക്ക് വേണ്ടി സപ്പോർട്ടൊന്നും ആരും പറയണ്ട. എലിസബത്തിനും അമൃതയ്ക്കും ഒക്കെ നീതി കിട്ടട്ടെ എന്ന് മാത്രമാണ് എൻ്റെ അഭിപ്രായം.